ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ വിഷുവിളക്ക് ഉത്സവത്തിന്റെ ഭാഗമായ വട്ടപ്പന്തൽ നിർമ്മാണം പൂർത്തിയായി. ക്ഷേത്രോത്സവത്തിന്റെ പ്രൗഢിയും പ്രശസ്തിയും നിലനിർത്തിപ്പോരുന്ന വട്ടപ്പന്തൽ ചെറുകുന്നിന്റെ മാത്രം പ്രത്യേകതയാണ്. 111 തേക്കിൻ തൂണുകളും 1800 പരം മുളകളും 6500 പരം മെടഞ്ഞ ഓലയും വാരിച്ചൂടിയും ഉപയോഗിച്ചാണ് വട്ടപ്പന്തൽ നിർമ്മിക്കുന്നത്. മലയാള മാസം ധനു 2-ന് മുഹൂർത്ത തൂൺ നിവർത്തുന്നതോടെയാണ് വട്ടപ്പന്തലിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. ഈ ക്ഷേത്രത്തിലെ വട്ടപ്പന്തലിൻ്റെ മാഹാത്മ്യം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. മറ്റൊരു ക്ഷേത്രത്തിലും ഇല്ലാത്ത ഒരു രാജകീയ പ്രൗഢിയോടുകൂടിയ ഒരു വട്ടപ്പന്തലാണ് ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലേത്. അതിന് 100ഓളം ആൾക്കാരുടെ കൂലിപ്പണി ഇവിടെ എടുത്തുകൊണ്ടാണ് ഈ വട്ടപ്പന്തലിൻ്റെ പണി പൂർത്തിയാക്കുന്നത്. ധനു 2-ന് കാൽനാട്ടൽ കർമ്മം നടക്കും. ഈ വട്ടപ്പന്തലിൻ്റെ ഉദ്ഘാടനത്തിനുള്ള കാൽനാട്ടൽ കർമ്മം ധനു 2-ന് എല്ലാ കൊല്ലവും ധനു 2-ാം തീയതിയാണ് ആദ്യത്തെ കാല് നിവർത്തുന്നത്. കേരളത്തിലെ പ്രധാന അന്നപൂർണേശ്വരി ക്ഷേത്രങ്ങളിലൊന്നായ ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ വിഷുവിളക്കുത്സവത്തിന്റെ ഭാഗമായാണ് വട്ടപ്പന്തൽ നിർമ്മിക്കുന്നത്. ഏപ്രിൽ 14-ന് തുടങ്ങുന്ന വിഷുവിളക്കുത്സവം 7 നാൾ നീണ്ടുനിൽക്കും. ഈ ദിവസങ്ങളിൽ വിവിധ ദേശവാസികളുടെ കാഴ്ചവരവും കരിമരുന്ന് പ്രയോഗവും ഉണ്ടാകും. വിവിധ കലാപരിപാടികളും അന്നദാനവും നടക്കും. ന്യൂസ് ബ്യൂറോ, പാപ്പിനിശ്ശേരി.